അതേപോലെ തന്നെ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴിയാണ് സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെയായിരിക്കുക. സ്വാലിഹീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ കൂടെയായിരിക്കണം നമ്മുടെ സഹവർത്തിത്വം. മഹാനായ ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അത്തൗഹീദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാലത് ഉമ്മു സലമത സൗജുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ദക്കറത്തുൽ മസീഹദ് ദജ്ജാല ലൈലതൻ, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഞാനൊരു രാത്രിയിൽ ഓർത്തു. ഫലം യഅ്തിനി അന്നൗം, എനിക്ക് ഉറക്കം വന്നില്ല. ശ്രദ്ധിക്കുക, ദജ്ജാലിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ പരീക്ഷണത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രിയപത്നിയായ സ്വഹാബ വനിതകളിൽ പ്രഗത്ഭരായ ആ വ്യക്തിത്വത്തിന് ഉറക്കം വന്നില്ല എന്നാണ്. ഫലമ്മ അസ്ബഹ്തു, അങ്ങനെ നേരം വെളുത്തപ്പോൾ ദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്ബർതുഹു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ദജ്ജാലിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല നബിയെ എന്ന് അവർ പ്രവാചകരോട് പറയുകയുണ്ടായി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഫഅലി, നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ബേജാറാവേണ്ടതില്ല, അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട നീ. കാരണം ഫഇന്നഹു ഇൻ യഖ്റുജു വഅന ഹയ്യുൻ യക്ഫീകുമൂഹുല്ലാഹു ബി, ഞാൻ ജീവിച്ചിരിക്കെ ദജ്ജാൽ വന്നാൽ ഞാൻ മതിയാകുന്നതാണ് നിങ്ങൾക്ക്. അള്ളാഹു നിങ്ങൾക്ക് എന്നെ മതിയാകാവുന്ന ഒരവസ്ഥയിലാക്കും, ഞാൻ മതിയാകും നിങ്ങൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ കൊണ്ട് ദജ്ജാലിനെ തടയും. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദജ്ജാലിനെ കുറിച്ചുള്ളൊരു ബേജാറ് നിങ്ങൾക്ക് വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാനുണ്ടായിരിക്കെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട തത്വം കൂടിയുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, പ്രവാചകൻ്റെ സുന്നത്ത്, പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ സന്ദേശം, അത് ഭൂമുഖത്ത് സജീവമായി നിലനിൽക്കുന്ന കാലത്തോളം ദജ്ജാൽ വരികയുമില്ല. അതുകൊണ്ട് തന്നെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകൻ്റെ ചര്യകളെ മുറുകെ പിടിച്ചാൽ ആ മുറുകെ പിടിക്കുന്ന വ്യക്തികൾക്കോ സമൂഹത്തിനോ ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ഒരു പോയിൻ്റ് കൂടി ആ പറഞ്ഞ വാക്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, വഇൻ യഖ്റുജ് ബഅദ അൻ അമൂത്ത്, ഇനി എൻ്റെ മരണശേഷമാണ് ദജ്ജാൽ വരുന്നതെങ്കിലോ യക്ഫീകുമൂഹുല്ലാഹു ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ദജ്ജാലിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകും. അപ്പോഴും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സ്വാലിഹീങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. തീർച്ചയായും അങ്ങനെയാണ് സംഭവിക്കുക. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ഭൂമുഖത്ത് അവശേഷിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെയും മഹ്ദി ഇമാമിൻ്റെ കൂടെയുമെല്ലാം തന്നെ ദജ്ജാലിനെതിരെ പോരാടുക. അതുകൊണ്ട് ആ ഒരു ത്വാഇഫത്തിൽ, ആ ഒരു സംഘത്തിൽ, ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ കൂട്ട് കളവ് പറയുന്ന ആളുകളുടെ കൂടെയാണെങ്കിൽ, തോന്നിവാസം പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെയാണെങ്കിൽ, അന്ധവിശ്വാസികളും അനാചാരങ്ങളും ചെയ്തു കൂട്ടുന്ന ആളുകളുടെ കൂടെയാണെങ്കിൽ, ദജ്ജാലിനെ പോലെയുള്ള ഒരു പരീക്ഷണം വരുമ്പോൾ ഇത്തരം ആളുകൾക്ക് നമ്മെ സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമായി കൊണ്ടായിരിക്കും ദജ്ജാൽ കടന്നു വരിക. അതുകൊണ്ട് തന്നെ അവർ നമ്മെ ദജ്ജാലിൻ്റെ ആദർശത്തിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. നേരെ മറിച്ച് സത്യം പറയുകയും സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രമാണങ്ങളിലൂടെ ദീൻ മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ, അവർ ദജ്ജാലിൽ നിന്ന് തീർച്ചയായും നമുക്ക് മുന്നറിയിപ്പ് നൽകും. ദജ്ജാലിൻ്റെ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ദജ്ജാലിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തും. ഇനി ദജ്ജാൽ വന്നാൽ തന്നെ അവൻ്റെ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോവാതിരിക്കാൻ അവർ പരസ്പരം സഹകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കണം. സ്വാലിഹീങ്ങൾ നിങ്ങൾക്ക് ദജ്ജാലിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകും, ഭയപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. അത് നമ്മോടെല്ലാമുള്ള വർത്തമാനമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കണം നമ്മുടെ സഹവർത്തിത്വം, നമ്മുടെ കൂട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ ആ സ്വാലിഹീങ്ങൾ ആരാണ് എന്നത് അടുത്ത വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അടുത്ത ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് പിൻപറ്റുന്ന ആളുകളുടെ കൂടെയാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖ്, എൻ്റെ ഉമ്മത്തിൽ ഒരു സംഘം എന്നുമുണ്ടാകും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എന്നുമുണ്ടാകും. യുഖാതിലൂന അലൽ ഹഖ്, സത്യത്തിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരായിരിക്കും അവർ. ഹക്കിന് വേണ്ടി പോരാടുന്നവർ, തൗഹീദിന് വേണ്ടിയും സുന്നത്തിന് വേണ്ടിയും പോരാടുന്നവർ, പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും മൻഹജ് സ്ഥാപിക്കുവാനും അതിന് വിപരീതമായ വിശ്വാസ ആദർശങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു സംഘം എന്നുമുണ്ടാകും. ലാഹിരീൻ, അവർക്ക് എന്നും വിജയവുമുണ്ടാകും. സുന്നത്തിന് ബിദ്അത്തിനെതിരിൽ വിജയമുണ്ടാകും, ഉറപ്പാണ്. തൗഹീദിന് ശിർക്കിനെതിരിൽ വിജയമുണ്ടാകും, ഉറപ്പാണ്. സത്യത്തിന് കളവിനെതിരിൽ വിജയമുണ്ടാകും, ഉറപ്പാണ്. എങ്കിൽ ഹക്കിൻ്റെ ആളുകൾ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകൾ, പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും വിശ്വാസ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവർ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും അവർ എന്നും വിജയിക്കുന്നവരായിരിക്കും. ലാഹിരീൻ അലാമൻ നാവഅഹും ഐ ആദാഹും, അവരോട് എതിർത്ത് നിൽക്കുന്ന, അവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന മുഴുവൻ ആളുകളെയും അവർ തോൽപ്പിച്ചു കളയും. ആദർശം കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്. വിജ്ഞാനം ജഹാലത്തിനെ തോൽപ്പിച്ചു കളയും, സംശയമില്ല. ഇപ്രകാരം സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം എന്നുമുണ്ടാകും. ഹത്താ യുഖാതില ആഖിറുഹും അൽ മസീഹദ് ദജ്ജാൽ, അവരിൽ അവസാനത്തെ സംഘം ഏറ്റുമുട്ടുന്നത് കളവിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമൽഭാവമായ ദജ്ജാലിനോടുമായിരിക്കും. അപ്പോൾ ദജ്ജാലിനോട് ഏറ്റുമുട്ടാൻ ആരെയുള്ളൂ? ഈ ഒരു കൊച്ചു സംഘമാണുണ്ടാവുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകൾ. അവരാണ് ഈ ത്വായിഫത്ത്, അത്വായിഫത്തുൽ മൻസൂറ എന്നറിയപ്പെടുന്ന, ത്വായിഫത്തുൽ മൻസൂറ എന്നറിയപ്പെടുന്ന ആ സംഘം, സഹായിക്കപ്പെടുന്ന സംഘം. ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷി. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും, അതിൽ 72 നരകത്തിൻ്റെ ആളുകളാണ്, ഒരു വിഭാഗം ഒഴികെ എന്ന് പ്രവാചകൻ പറഞ്ഞ അൽ ജമാഅ. ആ അൽ ജമാഅ, ആ ഒരു ത്വായിഫത്ത് ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് ഷഡിക്കുന്ന സത്യത്തിൻ്റെ വക്താക്കൾ. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് മുഹാജിറുകൾ, അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അൻസാറുകൾ. അവർ സ്വർഗത്തിലാണ്, യാതൊരു സംശയവുമില്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്ത മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മൻഹജിനെ മുറുകെ പിടിക്കുന്ന ഖൈറുന്നാസി ഖർനി, മാനവ സമൂഹത്തിൽ തലമുറകളിൽ ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണെന്ന് പ്രവാചകൻ പറഞ്ഞ, അതേപോലെ തന്നെ അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ ചര്യയും സച്ചരിതരായ എൻ്റെ സ്വഹാബത്തിൻ്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ആ സ്വഹാബത്തിൻ്റെ മൻഹജ് പിൻപറ്റുന്ന ത്വായിഫ, സംഘം, വിഭാഗം, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ എന്നും അതിൻ്റെ ശത്രുക്കളെ ആദർശപരമായി തോൽപ്പിക്കുക തന്നെ ചെയ്യും. അവസാനം അവർക്ക് പോരാടേണ്ടി വരുന്നത് ദജ്ജാലിനോടായിരിക്കും. അപ്പോൾ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ, അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്കിടയിലായിരിക്കും. കാരണം അവരാണ് ദജ്ജാലിനോട് പോരാടുക. അതല്ലാത്തവരൊക്കെ അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴേക്ക് ഇവർക്ക് എന്തോ കാര്യമായ ദിവ്യത്വമുണ്ട്, ദൈവികതയുണ്ട് എന്ന് വിശ്വസിച്ച് ദൈവമായി പ്രഖ്യാപിച്ച്, ആരാധ്യനായി പ്രഖ്യാപിച്ച് അവരുടെ പിന്നാലെ കൂടുന്ന ആളുകൾ, അത്തരം ആളുകൾക്കൊന്നും തന്നെ ദജ്ജാലിനോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. അവർ ദജ്ജാലിനെ വലിയൊരാളാക്കി അതല്ല റബ്ബായിട്ട് കരുതുന്ന ഒരു സന്ദർഭത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ മാത്രമാണ് ദജ്ജാലിനോട് പോരാടുക. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താക്കളുടെ കൂടെ കൂടണം. അവരുടെ കൂടെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാവുക, അവരുടെ കൂടെ തന്നെയാണ് ഇമാം മഹ്ദിയും ഉണ്ടാവുക എന്നു നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സാലിഹീങ്ങളുടെ കൂടെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് പിൻപറ്റുന്ന,
തൗഹീദുള്ള, ബിദ്അത്തില്ലാത്ത, ഷിർക്കില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത, ഖുർആനും സുന്നത്തും സഹാബികളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് ശഠിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കണം നാം. എങ്കിലേ നമുക്ക് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.